ഹായ് വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ PSC വന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ്സ് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് ഓഗസ്റ്റിന് ശേഷമാണ്. നമ്മുടെ മുൻപിലൊരു 7 മാസത്തോളം ഉണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ പറയുന്ന ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എക്സാം അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എക്സാമാണ്. ഇതിനകത്ത് ബിടെക്കുകാർക്കും അതിനോടൊപ്പം തന്നെ BSc ഫിസിക്സുകാർക്കുമാണ് എക്സാം എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 30% ഫിസിക്സ് ആണ്. കെമിസ്ട്രിയും കൂടാതെ കുറേയേറെ ടോപ്പിക്സും സിലബസിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമുക്ക് എത്രയാണ് നമ്മുടെ സേഫ് സ്കോർ, നമുക്ക് എത്ര സ്കോർ വരെ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊരു ചെറിയ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് എക്സാം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു കാറ്റഗറി 485/2022 എന്ന രീതിയിലാണ് കാറ്റഗറി നമ്പർ ഇതിനു മുമ്പ് കേരള PSC ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാം നടത്തിയിട്ടുള്ളത്. അന്ന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് സാധാരണ പറയാറുള്ളത്. 2 തൊട്ട് 16 വേക്കൻസീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അവിടുത്തെ നമുക്കറിയാം എക്സാമിന്റെ ഫോമാറ്റ്, PSC ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ PSC എക്സാം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് OMR ഷീറ്റ് ആണ്, OMR എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്സ്, നെഗറ്റീവ് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും അറിയാം. നമുക്കറിയാം, ഒരു എക്സാം നടത്തി അതിനകത്ത് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാറുള്ളത്. ഇതാണ് സ്വാഭാവികമായിട്ടും എക്സാമിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പം അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എങ്ങനെയാണ് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എക്സാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കൂടാതെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും. അതിനോടൊപ്പം തന്നെ നമുക്കിനി നോക്കേണ്ടത് പ്രീവിയസ് കട്ട് ഓഫ്സ്. നമുക്കൊരു എക്സാം നമ്മളിപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പം സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് മുമ്പ് നടന്ന എക്സാമിന്റെ കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, കാറ്റഗറി നമ്പർ പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പ് എക്സാം നടത്തിയപ്പോൾ ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 43.33 മാർക്കാണ്. ഓക്കെ, 43.33. അപ്പം മെയിൻ ലിസ്റ്റിൽ ഏറ്റവും മിനിമം മാർക്കാണ് പറഞ്ഞത് 43.33. അപ്പം മെയിൻ ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റൂടെ നോക്കുമ്പം നമുക്ക് മനസ്സിലായത് 97 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 97. സപ്ലിമെന്ററി ലിസ്റ്റിൽ 119 പേര്. അങ്ങനെ ടോട്ടലി 216 പേർ ഒരു ഷോർട്ട് ലിസ്റ്റാണ് PSC എന്ന് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേക്കൻസീസ് വളരെ കുറവുള്ള ഒരു എക്സാമിന് മെയിൻ ലിസ്റ്റിൽ 97 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ട് ഓഫ് വന്നത് 43.33 ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, 43.33. സ്വാഭാവികമായിട്ടും 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എക്സാമാണ്. 43 എന്ന് പറയുന്നത് ആ വർഷത്തിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പറയണത്. 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നോട്ടിഫിക്കേഷൻ വരികയും എക്സാം നടക്കാൻ പോകുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ കട്ട് ഓഫ് ചേഞ്ച് ആവുന്ന കാര്യത്തിൽ വേറൊരു വ്യത്യാസവുമില്ല, ഉയരാനാണ് സാധ്യത കൂടുതൽ. കൂടാതെ ഈ കട്ട് ഓഫ് വേരി ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പറയാൻ പറ്റുന്നത്, നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ നോക്കുമ്പം ലോ വേക്കൻസി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പം കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും PSCയിൽ ഇങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ബിടെക് BSc ഡിഗ്രി ബേസ് എക്സാംസ് നടത്തുമ്പോൾ പോസ്റ്റുകൾ വരുമ്പോൾ ലോ വേക്കൻസീസ് ആണ് എപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്ത് കട്ട് ഓഫിന്റെ റേഞ്ചും മാറുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ആപ്ലിക്കൻസിന്റെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുമ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കൂടും. ഇപ്പോഴും എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന വേക്കൻസി സെയിം തന്നെയാണ്, കുറവ് തന്നെയാണ്. അപ്പോഴും ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുമ്പം കോമ്പറ്റീഷൻ കൂടും. അതനുസരിച്ച് കട്ട് ഓഫിന്റെ റേഞ്ച് വീണ്ടും കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വീണ്ടും കട്ട് ഓഫ് റേഞ്ച് കൂടും. പിന്നെ മൂന്നാമത് പറയാൻ പറ്റുന്ന ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എത്രമാത്രം എക്സാം പ്രയാസമേറിയതാണ്. ഓക്കെ, എക്സാമിന്റെ ടഫ് പേപ്പറാണ് നമ്മൾ മിക്കപ്പോഴും PSC കാണുന്നതാണ്. ചില ക്വസ്റ്റ്യൻ, ചില എക്സാം വളരെ എളുപ്പമായിരിക്കും, ചിലർ ടഫ് ആയിരിക്കും. ടഫ് പേപ്പർ, ടഫ് എക്സാം ആണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കട്ട് ഓഫ് റേഞ്ച് കുറയും. ശരിയാണ്, കട്ട് ഓഫ് മാർക്ക് കുറയും എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഈ പറഞ്ഞ പേപ്പർ വളരെ ഈസി ആയിട്ടുള്ളതാണെങ്കിൽ കട്ട് ഓഫ് റേഞ്ച് കൂടും. കാരണം ആവറേജ് ലെവലിന് മുകളിലുള്ള എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം കട്ട് ഓഫ് റേഞ്ച് കൂടും. അപ്പോൾ കട്ട് ഓഫ് റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കി, ഫാക്ടേഴ്സ് നോക്കി മാത്രമേ നമുക്ക് ഈ കട്ട് ഓഫിനെ കുറിച്ച് പറയാൻ പറ്റൂ. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 43.33
33 ആണ് പ്രീവിയസ്ലി വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഫാക്ടേഴ്സോട് ഉൾപ്പെടുത്തി വേണം നമ്മൾ ഇനിയും എഴുതാൻ പോകുന്ന എക്സാമിന്റെ കട്ട് ഓഫ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ടും ഇയർ മാറിയോണ്ട് തന്നെ കട്ട് ഓഫ് കൂടും. കൂടാതെ ഇവിടെ ഇനിയും നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കട്ട് ഓഫിന്റെ റേഞ്ച് കൂടാൻ തന്നെയാണ് സാധ്യത. എക്സാം ഒരു ആവറേജ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പം ടഫോ അല്ലെങ്കിൽ ഈസിയോ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. റിസർവേഷൻ കാറ്റഗറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിസർവേഷൻ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അത് വേരിയേറ്റ് ചെയ്ത് നിൽക്കും. റിസർവേഷൻ കാറ്റഗറി അനുസരിച്ചാണ് അതിന്റെ വേരിയേഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുമ്പം നമുക്ക് എസ്റ്റിമേറ്റ് സേഫ് സ്കോർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, വേണമെങ്കിൽ നമുക്ക് പറയാം ഏകദേശം 44 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മിനിമം റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ അല്ലേ. സാധാരണ പറയുന്ന പ്രീവിയസ് വെച്ച് നോക്കുകയാണ് അത് പറഞ്ഞത്. 42 മുകളിൽ 44 മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ലിസ്റ്റിൽ വേണമെങ്കിൽ കയറാം. കട്ട് ഓഫ് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഞാൻ മുമ്പേ പറഞ്ഞ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും കംഫോർട്ടബിൾ സേഫ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 തൊട്ട് മുകളിലാണ്, അല്ലെങ്കിൽ 50+ അടിച്ചാൽ മാത്രമേ കയറാൻ പറ്റൂ. കാരണം 4 വർഷത്തിന് ശേഷം നടക്കുന്ന എക്സാം ആണ്. ബിടെക്കുകാർക്ക് BSc-കാർക്കുള്ള എക്സാം ആണ്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മത്സരം കൂടാനാണ് സാധ്യത. അപ്പോൾ 50+ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കംഫോർട്ടബിൾ സോൺ എത്തിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പേപ്പറിന്റെ ഈസിയസ്റ്റും ടഫ്നെസ്സും ഒക്കെ ബേസ് ചെയ്താണ് നമ്മൾ പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ പോയാലും 55 റേഞ്ചിന് മുകളിലാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റും കേട്ടോ. കാരണം 55 റേഞ്ചിന് മുകളിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം. അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന സേഫ് സ്കോർ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും പ്രീവിയസിനെ ബേസ് ചെയ്ത് ഒരു 15 മാർക്കിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ 12-13 മാർക്കിന്റെ വേരിയേഷൻ ഇട്ട് മാത്രമേ ഇനിയുള്ള എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 55 എബോവ് ആണ് നമുക്ക് പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 55 എബോവ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എഴുതാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച ഏറ്റവും വലിയ മത്സരം എന്ന് പറയുന്നത്. അത് 55 മാർക്കിന് മുകളിൽ എങ്ങനെയായാലും സ്കോർ ചെയ്യണം. അതിനു വേണ്ടിയുള്ള സിലബസ് കവർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബിടെക് BSc ഫിസിക്സുകാർക്കുള്ളതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ ഓൾറെഡി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പും PSc സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് നല്ല രീതിയിൽ റാങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും മെന്റർഷിപ്പും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടെയുള്ള കോഴ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, എപ്പോഴും നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് മാത്രമേ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ പഠിക്കാവുള്ളൂ. കാരണം അതനുസരിച്ച് നമുക്ക് കറക്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് കോൺടാക്റ്റിൽ നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മാക്സിമം അറ്റാച്ച് ആയിട്ടിരിക്കുക, മാക്സിമം നമ്മുടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എക്സാമിനെ കാണുക, മാക്സിമം നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അപ്പം വീണ്ടും പുതിയൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.